നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ്രകരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശ്രീകൃഷ്ണ ജന്മാഷ്ടമിക്ക് മുന്നോടിയായി ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ഗോപൂജയും സാംസ്കാരിക സമ്മേളനവും. ചെറുപുഴയിൽ വീട്ടമ്മ പനി ബാധിച്ചു മരിച്ചു. ചെറുപുഴ ബാലവാടി റോഡിലെ കലശപ്പുര ഉണ്ണികൃഷ്ണന്റെ ഭാര്യ പ്രസീതിയാണ് മരിച്ചത്. മലബാർ ജലോത്സവം, കൃഷ്ണപിള്ള കാവുഞ്ചിറയ്ക്ക് ജലരാജപട്ടം. പുരസ്കാര നിറവിൽ കൊടക്കാട് നാരായണൻ മാസ്റ്റർ. ഇപ്രാവശ്യത്തെ അധ്യാപക ദേശീയ അവാർഡ് കരിവെള്ളൂർ പാലക്കുന്ന് സ്വദേശിയായ നാരായണൻ മാസ്റ്ററെ തേടിയെത്തിയത് അർഹതയ്ക്കുള്ള അംഗീകാരമായി. കണ്ണപുരം പോലീസ് പിടിച്ചെടുത്ത് റോഡരികിൽ നിർത്തിയിട്ട വാഹനങ്ങൾക്ക് ശാപമോക്ഷം. KSTP റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി വാഹനങ്ങൾ ചക്കരക്കല്ലിലേക്ക് മാറ്റി. ഉത്സവഛായയിൽ ഈസ്റ്റേലേരി പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തനം ആരംഭിച്ചത് കേരളത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം. വാർത്തകൾ വിശദമായി. ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയുടെ മുന്നോടിയായി പയ്യന്നൂരിൽ ഗോപൂജയും സാംസ്കാരിക സമ്മേളനവും സംഘടിപ്പിച്ചു. ഗാന്ധി പാർക്കിൽ ബാലഗോകുലം സംസ്ഥാന കാര്യദർശി പ്രജിത് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പൗരാണിക കാലം മുതലേ പശുവിനെ പഞ്ചമാതാക്കളിലൊന്നായി സങ്കല്പിച്ച് ആരാധിച്ചു പോന്നിരുന്നു. ഗാവോ വിശ്വാസ്യമാതര എന്നാണ് പൂർവിക മതം. സർവ്വദേവമയി ഗോമാതാവ് എന്നാണ് പൂർവികർ വിശ്വസിച്ചിരുന്നത്. ഗോപരിപാലനവും കൃഷിയും വ്യാപകമാക്കി ഇന്ന് നേരിടുന്ന ഭക്ഷ്യപ്രതിസന്ധിക്ക് പരിഹാരം കാണുവാനും അതുവഴി ഭാവി തലമുറയെ സുരക്ഷിതരാക്കുക, സങ്കര ഇനങ്ങൾക്ക് പകരം ഔഷധഗുണമുള്ള പാൽ തരുന്ന നാടൻ ഇനങ്ങളെ കണ്ടെത്തി സംരക്ഷിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ഗോപൂജ സംഘടിപ്പിച്ചു വരുന്നത്. ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ ഗോപൂജയും സാംസ്കാരിക സമ്മേളനവും സംഘടിപ്പിച്ചു. ബാലഗോകുലം സംസ്ഥാന കാര്യദർശി പ്രജിത് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സാംസ്കാരിക പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക്, കുട്ടികളുടെ സാംസ്കാരിക പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ 40 കൊല്ലമായി പ്രശസ്ത സാഹിത്യകാരൻ സുകുമാരൻ പെരിയച്ചൂർ മുഖ്യപ്രഭാഷണം നടത്തി. തപസ്യ പയ്യന്നൂർ മേഖലാ അധ്യക്ഷൻ പാണപ്പുഴ പത്മനാഭൻ പണിക്കർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പനി ബാധിച്ച് യുവതി മരിച്ചു. ചെറുപുഴ ബാലവാടി റോഡിലെ കലശപ്പുര ഉണ്ണികൃഷ്ണന്റെ ഭാര്യ പ്രസീതിയാണ് മരിച്ചത്. 31 വയസ്സായിരുന്നു. H1N1 ആണ് മരണകാരണമെന്ന് സംശയിക്കപ്പെടുന്നു. 2 ആഴ്ച മുൻപ് പനി ബാധിച്ചതിനെ തുടർന്ന് പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. തുടർന്ന് വീട്ടിലെത്തിയ പ്രസീതയ്ക്ക് രോഗം മൂർച്ഛിക്കുകയും മംഗലാപുരം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. തുടർന്ന് നടന്ന പരിശോധനയിലാണ് H1N1 ആണെന്ന് മനസ്സിലായതത്രേ. ദിവസങ്ങളോളം ICUവിൽ കിടന്ന സീത തിങ്കളാഴ്ച പുലർച്ചെയാണ് മരണപ്പെട്ടത്. ആദ്യം ചികിത്സ തേടിയ ആശുപത്രിയിൽ നിന്നാവാം രോഗം പിടിപെട്ടതെന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതരുടെ നിഗമനം. ഭർത്താവ് ഉണ്ണികൃഷ്ണനും മകളും മംഗലാപുരത്ത് ചികിത്സ തേടിയിട്ടുണ്ട്. ആര്യ, സൂര്യ എന്നിവർ മക്കളാണ്. പ്രസീതയുടെ ആകസ്മിക മരണം നാടിനെ കണ്ണീരിലാഴ്ത്തി. നിരവധി ആളുകളാണ് മൃതദേഹത്തിൽ അന്ത്യോപചാരമർപ്പിക്കാൻ എത്തിയത്. തിങ്കളാഴ്ച രാവിലെയോടെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു പ്രസീതയുടെ മരണം. നൂറുകണക്കിന് ആളുകളാണ് പ്രസീതയുടെ മൃതദേഹം കാണാൻ വീട്ടിലെത്തിയത്. നാട്ടുകാർക്കും വീട്ടുകാർക്കും സുപരിചിതയും എന്നും ഇഷ്ടപാത്രവുമായിരുന്നു പ്രസീത എന്ന സീത. അതുകൊണ്ട് തന്നെ സീതയുടെ മൃതദേഹം ഒരു നോക്ക് കാണുവാനും അന്ത്യോപചാരമർപ്പിക്കുവാനും എത്തിയവരെ നിയന്ത്രിക്കാൻ ഏറെ പാടുപെടേണ്ടി വന്നു. മൃതദേഹം വസതിയിലെ പൊതുദർശനത്തിന് ശേഷം ചെറുപുഴ ശ്രീ അയ്യപ്പ ക്ഷേത്രം പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. മലബാർ ജലോത്സവം, 10,000ങ്ങളെ സാക്ഷി നിർത്തി കൃഷ്ണപിള്ള കാവുഞ്ചിറ ജലരാജപട്ടമണിഞ്ഞു. ഇടിയിലക്കാട് ബണ്ട് പരിസരത്ത് ഇരമ്പിയെത്തിയ ആയിരങ്ങളെ ആവേശക്കൊടിമിടിയിലേറ്റിയാണ് കാവുഞ്ചിറ ജലരാജാക്കന്മാരായത്. സമ്മാനദാനം കാസർഗോഡ് RDO PK ജയശ്രീ നിർവഹിച്ചു.
എന്നറിയുകയാണ്. ആയിരക്കണക്കിന് ആളുകളെ ഫൈനൽ മത്സരമാണിത്. 25 പേർക്കുള്ള വെള്ളങ്ങൾ മത്സരത്തിന്റെ ആവേശകരമായ ഫൈനൽ മലബാർ ജലോത്സവം 10,000ങ്ങളെ സാക്ഷി നിർത്തി കൃഷ്ണപിള്ള കാവുംചിറ ജലരാജ് പട്ടമണിഞ്ഞു. തൃക്കരിപ്പൂർ മെട്ടമ്മൽ ബ്രദേഴ്സ് മലയാള മനോരമയുടെ സഹകരണത്തോടെ കൗവായി കായലിൽ സംഘടിപ്പിച്ച മലബാർ ജലോത്സവം കാണാൻ 10,000ങ്ങൾ ഒരുങ്ങിയെത്തി. തീരമണയാനുള്ള ജനങ്ങളുടെ ഒഴുക്കും വാഹനങ്ങളെ കൊണ്ട് ബ്ലോക്കായ റോഡുകളും കൊണ്ട് 4 മണിക്കൂറോളം മെട്ടമ്മൽ ഗ്രാമം വീർപ്പുമുട്ടി. കെ കുഞ്ഞിരാമൻ MLA ജലോത്സവം ഉദ്ഘാടനം ചെയ്തു. ഈ പരിപാടി തീർച്ചയായിട്ടും കാസർഗോഡ് ജില്ലയ്ക്ക് മാത്രമല്ല മലബാർ മേഖലയ്ക്ക് തന്നെ ഏറ്റവും വലിയൊരു ജലോത്സവമായിട്ട്, ഏറ്റവും വലിയൊരു മഹോത്സവമായിട്ട് മാറിക്കഴിയും മാറാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ അധ്യക്ഷത വഹിച്ചു. ഏഴിമല നാവിക അക്കാദമി ചീഫ് കമാൻഡിംഗ് ഓഫീസർ ബൗനിക് ചാറ്റർജി ഫ്ളാഗ് ഓഫ് ചെയ്ത ജലോത്സവ പരിപാടിയിൽ പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് C കുഞ്ഞികൃഷ്ണൻ, ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് M അച്യുതൻ, P കോരൻ, KK രാജേന്ദ്രൻ, VK ഭാവ, MP കരുണാകരൻ, KV ലക്ഷ്മണൻ, K ഗംഗാധരൻ, MV യൂസഫ് അലി തുടങ്ങിയവർ പങ്കെടുത്തു. പരിപാടിയിൽ മയ്യിച്ച കാർ അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കുന്നതിനിടെ കൈ നഷ്ടപ്പെട്ട മയ്യിച്ചയിലെ റെജിനെ ആദരിച്ചു. തുടർന്ന് 10,000ങ്ങളുടെ ആവേശം ഏറ്റുവാങ്ങി ഇഞ്ചോടിഞ്ച് പോരാടി 15 പേർ തുഴയും വള്ളത്തിൽ ഓളപ്പരപ്പിനെ കീറിമുറിച്ച് കുതിച്ചെത്തിയ AKG പൊടോത്തുരുത്തി കിരീടം നേടി. തിരമാല പോലെ ആർത്തിരമ്പി കാണികളെ ത്രസിപ്പിച്ചുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് ചീറിയെടുത്ത് 25 പേർ തുഴയും വള്ളങ്ങൾ ഫോട്ടോ ഫിനിഷിംഗിലെത്തിയത് കൃഷ്ണപിള്ള കാവുംചിറയാണ്. കാസർഗോഡ് RDO PK ജയശ്രീ ജലരാജാക്കന്മാർക്ക് ട്രോഫികൾ വിതരണം ചെയ്തു. മുൻ രാഷ്ട്രപതി അന്തരിച്ച APJ അബ്ദുൽ കലാമിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ സ്വർണ്ണക്കപ്പ് കൃഷ്ണപിള്ള കാവുംചിറയ്ക്ക് സ്വന്തമായി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പുരസ്കാര നിറവിൽ കൊടക്കാട് നാരായണൻ മാസ്റ്റർ. ഇപ്രാവശ്യത്തെ അധ്യാപക ദേശീയ അവാർഡ് കരിവെള്ളൂർ പാലക്കുന്ന് സ്വദേശിയായ നാരായണൻ മാസ്റ്ററെ തേടിയെത്തിയത് അർഹതയ്ക്കുള്ള അംഗീകാരമായി. കൊടക്കാട് നാരായണൻ മാസ്റ്റർക്ക് അധ്യാപനം സമൂഹത്തിലെ മാന്യതയ്ക്കുള്ള വഴിയും ഉപജീവന മാർഗവുമല്ല, ജീവിതം തന്നെയാണ്. 30 വർഷത്തെ വേറിട്ട പ്രവർത്തനങ്ങളിലൂടെയാണ് മാസ്റ്റർ ശ്രദ്ധേയനാകുന്നത്. പ്രൈമറി അധ്യാപകനായിരുന്ന കാലത്ത് കൊടക്കാട് ഗവൺമെൻറ് UP സ്കൂളിൽ തുടക്കമിട്ട ശിശു സൗഹൃദവും ജനകീയവുമായ വേറിട്ട പഠന പ്രവർത്തനങ്ങൾ പ്രധാനാധ്യാപകനായി സ്ഥാനക്കയറ്റം കിട്ടിയപ്പോഴും ഇദ്ദേഹം തുടർന്നു. പ്രാദേശിക വിഭവങ്ങളുടെ സാർത്ഥകമായ വിനിയോഗത്തിലൂടെ ഗ്രാമീണ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പാവപ്പെട്ടവരുടെ ആശ്രയകേന്ദ്രമാക്കി മാറ്റുകയും സാധാരണക്കാരായ കുട്ടികളുടെ പഠന മികവിനായി നടത്തുന്ന ആത്മാർത്ഥമായ ഇടപെടലും പരിഗണിച്ചാണ് ഈ വർഷത്തെ ദേശീയ അധ്യാപക അവാർഡിന് കൊടക്കാട് നാരായണൻ മാസ്റ്ററെ തിരഞ്ഞെടുത്തത്. പ്രധാനാധ്യാപകനായി ആദ്യം നിയമിതനായ ഗവൺമെൻറ് LP സ്കൂൾ ചാത്തങ്കയിൽ ആരംഭിച്ച പുതുവർഷം പുതുവസന്തം എന്ന പദ്ധതി വലിയ വിജയമായി. ഗവൺമെൻറ് UP സ്കൂൾ കൂട്ടക്കനിയിലെ കൂട്ടക്കനി കൂട്ടായ്മയും ഗവൺമെൻറ് UP സ്കൂൾ ബാരയിൽ 1000 മേനിയും മുഴക്കം UP സ്കൂളിലെ മികവിൻ്റെ മുഴക്കവും കൊടക്കാട് നാരായണൻ മാസ്റ്ററുടെ പ്രവർത്തനങ്ങളിൽ പൊൻതൂവലായി. തുടർന്നിങ്ങോട്ട് പ്രവർത്തിച്ച ഓരോ സ്കൂളിലും ഇദ്ദേഹം ഓരോ സ്ഥാനത്തും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു. കാഞ്ഞിരപ്പുഴയിൽ ഗവൺമെൻറ് UP സ്കൂളിലെ കാര്യക്ഷമതയിലേക്കൊരു കാൽവെപ്പുമൊക്കെ അവയിൽ ചിലതു മാത്രം. ഒടുവിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന അരൈ ഗവൺമെൻറ് UP സ്കൂളിൽ കഴിഞ്ഞ വർഷം ആരംഭിച്ച അരൈ ഒരു ഓർമ്മയുടെ തിരുമധുരം ദേശീയതലത്തിൽ നടന്ന വിദ്യാഭ്യാസ ശില്പശാലയിൽ ശ്രദ്ധേയമാവുകയും ചെയ്തു. തൻ്റെ സ്വാധീന പ്രദേശങ്ങളിലെ കുട്ടികളെ പൊതുവിദ്യാഭ്യാസത്തിലേക്ക് ആകർഷിക്കാൻ ഇദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ വിജയം കാണുകയും ചെയ്തു. പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിച്ചു. വിദ്യാലയത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ദേശീയ തലത്തിൽ തന്നെ 20 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ശ്രദ്ധേയമാക്കുവാൻ വേണ്ടി ജനകീയ കൂട്ടായ്മയിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. വിദ്യാലയത്തിലെ അധ്യാപക രക്ഷാകർതൃ സമിതിയും സ്കൂൾ വികസന സമിതിയും അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും മദർ PTകളും തുടങ്ങി നാട്ടിൽ പ്രവർത്തിക്കുന്ന എല്ലാ സാംസ്കാരിക സ്ഥാപനങ്ങളും അമ്പലങ്ങളും പള്ളികളും തുടങ്ങി എല്ലാ ജനകീയ സംവിധാനങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് വിദ്യാലയത്തിൽ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി കഴിയുമെന്നാണ് എനിക്ക് കഴിഞ്ഞ 30 വർഷത്തെ അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി, കേന്ദ്ര നിർവാഹക സമിതി അംഗം, സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞം അസിസ്റ്റന്റ് പ്രൊജക്ട് ഓഫീസർ, പാഠപുസ്തക പരിഷ്കരണ കമ്മിറ്റി അംഗം, ജനകീയാസൂത്രണം ജില്ലാതല പരിശീലകൻ തുടങ്ങി ഒട്ടനവധി സ്ഥാനങ്ങൾ ഇതിനോടകം നിർവഹിച്ചു. കരിവെള്ളൂർ പാഠശാലയുടെ സെക്രട്ടറിയാണ്. ഭാര്യ K വിജയശ്രീ, അരുൺ വിജയ്, വരുൺ നാരായണൻ എന്നിവർ മക്കളാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ആയിരങ്ങളെ സാക്ഷി നിർത്തി കേരളത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ഈസ്റ്റ് എളേരി പഞ്ചായത്ത് ഓഫീസ് കെട്ടിടമാണ് മന്ത്രിമാരുടെയോ നേതാക്കന്മാരുടെയോ സാന്നിധ്യമില്ലാതെ ഈസ്റ്റ് എളേരി പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ ഉദ്ഘാടനം ചെയ്തത്.
ചെണ്ടമേളത്തിന്റെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെ ആയിരങ്ങളുടെ ഘോഷയാത്രയോടെയാണ് ജെയിംസ് പന്തമാക്കൽ ഉദ്ഘാടന വേദിയിലെത്തിയത്. ഏറെ വിവാദങ്ങൾക്കും പ്രതീക്ഷകൾക്കും വിരാമമിട്ടുകൊണ്ടാണ് പഞ്ചായത്ത് ഓഫീസിന്റെ ഉദ്ഘാടന കർമ്മം നടന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നതിനായി മുഖ്യമന്ത്രിയെ കൊണ്ടുവരാനായിരുന്നു ആദ്യ ശ്രമമെങ്കിലും ഗ്രൂപ്പ് വഴക്ക് അതിന് തടസ്സമാവുകയായിരുന്നു. മാത്രമല്ല, ഏതാനും മാസങ്ങൾക്ക് മുൻപ് KPCC പ്രസിഡന്റ് VM സുധീരൻ ജെയിംസ് പന്തമാക്കലിനെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഐ ഗ്രൂപ്പിന്റെ പ്രതിനിധിയായി 3 അംഗങ്ങളെ കൊണ്ട് വിജയിച്ച ജെയിംസ് പന്തമാക്കലിന് ഇപ്പോൾ 11 അംഗങ്ങളുടെ പിന്തുണയുണ്ട്. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത പ്രസിഡന്റിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ പ്രമുഖർ എത്താതിരുന്ന സാഹചര്യത്തിലാണ് പ്രസിഡന്റ് തന്നെ ഉദ്ഘാടനം ചെയ്യേണ്ടി വന്നത്. ഇവിടുത്തെ ഈ ഈസ്റ്റ് ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ചിറ്റാരിക്കാല് പ്രദേശത്ത് ഈ 60 വർഷക്കാലത്തിനുള്ളിൽ നടത്തിയിട്ടുള്ള വലിയ ഒരു ഘോഷയാത്രയാണ് സാംസ്കാരിക ഘോഷയാത്ര എന്ന് പറഞ്ഞാൽ വലിയൊരു ഘോഷയാത്ര. വൈസ് പ്രസിഡന്റ് മേരിക്കുട്ടി ജെയിംസ് അധ്യക്ഷയായി. പഞ്ചായത്ത് സെക്രട്ടറി PK ചന്ദ്രശേഖരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സണ്ണി കോയിത്തുരുത്തിൽ, ബളാൽ പഞ്ചായത്ത് പ്രസിഡന്റ് രാജു കട്ടക്കയം, N അഗസ്റ്റിൻ ജോസഫ്, KV സന്തോഷ്, PM ജോസ് തയ്യിൽ, ഹരീഷ് P നായർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിന്റെ ഭാഗമായി പ്രദേശത്തെ മുതിർന്ന കലാകായിക പ്രവർത്തകരെ ആദരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. കരിവള്ളൂർ K ഗോവിന്ദൻ ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. കരിവള്ളൂർ ബസാറിൽ നടന്ന ദിനാചരണം പ്രൊഫസർ KS സർല ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മേഖലയിൽ വളരെ നിർണായകമായ കമന്റബിൾ ആയിട്ടുള്ള സംഭാവനകൾ നൽകിയ, അതിനപ്പുറം ഒരുപാട് തേജസ്സുള്ള മുഖമുള്ള ജനതാദൾ യു കരിവള്ളൂർ പേരളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ജനതാദൾ നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ കരിവള്ളൂർ K ഗോവിന്ദന്റെ 26ാം ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചത്. T ബാലൻ അധ്യക്ഷനായി. ജനതാദൾ യു മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സബാഹ് പുൽപ്പറ്റ അനുസ്മരണ പ്രഭാഷണം നടത്തി. പ്രൊഫസർ KS സർല SSLC+2 ഉന്നത വിജയികൾക്കുള്ള ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. പ്രദീപ് കുമാർ, VK ഗിരിജൻ, CVM വിജയൻ എന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു. ആവേശമായി പാടിപ്പുഴയിൽ നടന്ന ഉത്തരമേഖല വള്ളംകളി മത്സരം. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും പാടിയിൽ നാട്ടരങ്ങും സംയുക്തമായി സംഘടിപ്പിച്ച വള്ളംകളി മത്സരത്തിൽ V1 താവുവും ഡാം ബ്രദേഴ്സ് മടക്കരയും ജേതാക്കളായി. പാടിപ്പുഴയിൽ നടന്ന ജലോത്സവം ചെറുകുന്ന് ഗ്രാമത്തിന് ഉത്സവച്ഛായ പകർന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നായി 10ഓളം ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. 3 തുഴയൽ മത്സരത്തിൽ താവം V1 A ടീമും 5 തുഴയൽ മത്സരത്തിൽ മടക്കര ഡാം ബ്രദേഴ്സ് A ടീമും ജേതാക്കളായി. നാട്ടരങ്ങ് B ടീം, നാട്ടരങ്ങ് A ടീം എന്നിവർ 2ാം സ്ഥാനം കരസ്ഥമാക്കി. വള്ളംകളി മത്സരം വീക്ഷിക്കാൻ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വൻ ജനാവലിയാണ് പാടിയിലേക്ക് ഒഴുകിയെത്തിയത്. വള്ളംകളി മത്സരത്തിന്റെ ഭാഗമായി ശിങ്കാരിമേളം, ബാൻഡ് മേളം എന്നിവയും അരങ്ങേറി. സമാപന സമ്മേളനം കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ബാലൻ പാടിയിൽ അധ്യക്ഷത വഹിച്ചു. കണ്ണപുരം SI A ശ്രീധരൻ ഉപഹാരം നൽകി. കണ്ണപുരം പോലീസ് പിടിച്ചെടുത്ത് റോഡരികിൽ നിർത്തിയിട്ട വാഹനങ്ങൾക്ക് ശാപമോക്ഷം. KSTP റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി വാഹനങ്ങൾ ചക്കരക്കല്ലിലേക്ക് മാറ്റി. കണ്ണപുരം പോലീസ് വിവിധ കേസുകളിലായി പിടിച്ചെടുത്ത വാഹനങ്ങൾ പോലീസ് സ്റ്റേഷന് മുന്നിലെ റോഡരികിൽ നിർത്തിയിടുകയായിരുന്നു. 40ഓളം വാഹനങ്ങളാണ് റോഡരികിൽ വഴിമുടക്കികളായി നിർത്തിയിട്ടിരുന്നത്. കാലപ്പഴക്കത്താൽ ദ്രവിച്ച് തുരുമ്പെടുത്ത് കാടുമൂടിയ അവസ്ഥയിലായിരുന്നു വാഹനങ്ങൾ. ജനങ്ങളിൽ നിന്നും ഏറെ പരാതികൾ ഉയർന്നിട്ടും വാഹനങ്ങൾ മാറ്റാൻ പോലീസ് തയ്യാറായിരുന്നില്ല. KSTP റോഡ് വികസനത്തിന് വാഹനങ്ങൾ തടസ്സമായതോടെയാണ് KSTPയുടെ ചിലവിൽ വാഹനങ്ങൾ മാറ്റാൻ തുടങ്ങിയത്. 2 ദിവസങ്ങൾ കൊണ്ട് വാഹനങ്ങൾ പൂർണ്ണമായും നീക്കി. ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയുടെ ഭാഗമായി ഉദിനൂർ വിവേകാനന്ദ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ കിനാത്തിൽ ശ്രീ ഉണ്ണികൃഷ്ണ ക്ഷേത്രത്തിൽ ഗോപൂജ നടത്തി. കബോധനിലത്ത് കൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സർവൈശ്വര്യങ്ങൾക്കും കാരണഭൂതമാകുന്നതും ആദ്യകാലം മുതൽ ശ്രേഷ്ഠകാര്യങ്ങൾക്ക് ആരംഭത്തിൽ അനുഷ്ഠിക്കുന്നതുമായ ചടങ്ങാണ് ഗോപൂജയെന്ന് മുഖ്യ കാർമ്മിക തന്ത്രിവര്യൻ കബോധനിലത്ത് കൃഷ്ണൻ നമ്പൂതിരി പറഞ്ഞു. പൂജയ്ക്കു ശേഷം ഗോക്കളടക്കം ക്ഷേത്രം വലം വെച്ചു. പായസ വിതരണവും നടന്നു. TV നാരായണൻ, K രമേശൻ, V രമേശൻ, KV ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പരിമിതികളെ അതിജീവിച്ചവരുടെ കൂട്ടായ്മയായ ഫ്ലൈയുടെ അംഗങ്ങൾക്കായി കാനായി ദേശത്തിന്റെ നേതൃത്വത്തിൽ സ്നേഹവിരുന്ന്. ഓണാഘോഷത്തിന്റെ ഭാഗമായാണ് കാനായിയിലെ യുവാക്കളുടെ നേതൃത്വത്തിൽ സ്നേഹവിരുന്ന് ഒരുക്കിയത്.
പരിമിതികളെ സ്വന്തം കഴിവുകൾ കൊണ്ട് മറികടന്നവരുടെ കൂട്ടായ്മയായ ഫ്ലൈയുടെ ഓണാഘോഷ പരിപാടികൾ കാനായി നോർത്ത് UP സ്കൂളിൽ നടന്നു. കാനായിയിലെ നല്ലവരായ ഒരു കൂട്ടം നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് ഫ്ലൈ അംഗങ്ങൾക്കായി ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിച്ചും സ്വയം തൊഴിൽ പരിശീലനം നേടിയും സമൂഹത്തിന്റെ ഭാഗമായി വളർന്നുവന്ന ഫ്ലൈ സംഘാംഗങ്ങൾ ഒത്തുകൂടാറുണ്ടെങ്കിലും കാനായി പ്രദേശത്തെ സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ ഓണവിരുന്ന് ഇവർക്ക് ഏറെ മധുരം നിറഞ്ഞതായി. ഇവർക്കൊപ്പം അനുഭവങ്ങൾ പങ്കുവെക്കാൻ മുംബൈ സ്ഫോടനത്തിൽ തലനാരിഴയ്ക്ക് ജീവൻ മാത്രം തിരിച്ചുകിട്ടിയ ധീരജവാൻ ശൗര്യചക്ര ജേതാവ് PV മനീഷും വന്നെത്തിയിരുന്നു. ജീവിതത്തിലേക്കുള്ള തന്റെ തിരിച്ചുവരവ് ഫ്ലൈയുടെ പ്രവർത്തകരുമായി മനീഷ് പങ്കുവച്ചു. ഒപ്പം ഫ്ലൈയുടെ പ്രവർത്തകരുടെ ജീവിത വിജയവും ജവാൻ ചോദിച്ചറിഞ്ഞു. ഇവർക്കായി ഓണസദ്യയും ഒരുക്കിയിരുന്നു. 50ഓളം ഫ്ലൈ അംഗങ്ങളാണ് സ്നേഹവിരുന്നിൽ പങ്കെടുത്തത്. ഫ്ലൈ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. സൗഹൃദം പങ്കുവച്ചും ഓണസദ്യയുണ്ടും സന്തോഷത്തോടെ ഇവർ പിരിഞ്ഞു. കാനായിയിലെ EP ചന്ദ്രന്റെ നേതൃത്വത്തിലാണ് നാട്ടിലെ യുവാക്കൾ ഫ്ലൈയുടെ പ്രവർത്തകരെ സ്വീകരിച്ച് സ്നേഹവിരുന്ന് ഒരുക്കിയത്. സംസ്ഥാന ഗ്രന്ഥകാര സമിതിയും മലയാള ഭാഷാ പാഠശാലയും സംയുക്തമായി സംഘടിപ്പിച്ച ജില്ലാതല കഥാപരിശീലന കളരി കണ്ണപുരത്ത് നടന്നു. മലയാള ഭാഷാ പാഠശാല ഡയറക്ടർ TP ഭാസ്കര പൊതുവാൾ നേതൃത്വം നൽകി. എഴുത്തിലെ നന്മ മാത്രം കാണുന്ന, നല്ല കണ്ണിലൂടെ മാത്രം കാണുന്ന, പാലും വെള്ളവും ചേർത്ത് നിന്ന് പാല് മാത്രം വലിച്ചു കുടിക്കുന്ന അരയന്നത്തെ പോലെ യുവതലമുറയിലെ കഥാകാരന്മാരെ കണ്ടെത്തുന്നതിനായി കണ്ണപുരത്ത് നടന്ന മിനി കഥാപരിശീലന കളരി ശ്രദ്ധേയമായി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. MOG മലപ്പട്ടം അധ്യക്ഷത വഹിച്ചു. കണ്ണപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV ശ്രീധരൻ, ആനക്കൈ ബാലകൃഷ്ണൻ, അനുപമ ബാലകൃഷ്ണൻ, സൂര്യ തേജസ് ക്യാമ്പിന് ഭദ്രദീപം തെളിയിച്ചു. പഠനത്തിലും കലയിലും മികവ് തെളിയിച്ച നരീക്കാംവള്ളിയിലെ വിദ്യാർത്ഥി M അമൃതയ്ക്ക് TV രാജേഷ് MLA സമ്മാനം. നിർധന വിദ്യാർത്ഥി അമൃതയ്ക്ക് ലാപ്ടോപ്പ് സമ്മാനമായി നൽകുമെന്ന് MLA നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ SFI കൂട്ടായ്മയുമായി ബന്ധപ്പെട്ടാണ് ലാപ്ടോപ്പ് ലഭ്യമാക്കിയത്. പ്രതികൂല ജീവിത സാഹചര്യത്തിനിടയിലും കഠിന പ്രയത്നത്തിലൂടെ പഠിക്കുന്ന അമൃതയെക്കുറിച്ച് 2013 ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്ന് DYFI ചെറുതാഴം നോർത്ത് മേഖലാ കമ്മിറ്റി അമൃതയുടെ തുടർപഠനം ഏറ്റെടുത്തു. തുടർപഠനം ഏറ്റെടുക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യവേ MLA അമൃതയുടെ പഠനത്തിന് ലാപ്ടോപ്പ് നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. +2 മികച്ച വിജയം നേടി സ്കൂൾ കലോത്സവങ്ങളിൽ മികച്ച പ്രകടനം നടത്തിയ അമൃത ഇല്ലായ്മയോട് പോരാടിയാണ് വിജയം കൊയ്തത്. കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് 2ാം വർഷ വിദ്യാർത്ഥിനിയാണ്. കൂലിപ്പണിയെടുത്ത് കുടുംബം പുലർത്തുന്ന അമ്മ ഇന്ദിരയ്ക്ക് അമൃതയുടെ പഠനം DYFI ഏറ്റെടുത്തത് വലിയ അനുഗ്രഹമായി. സഹോദരി അനിത മാതമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ +2 വിദ്യാർത്ഥിനിയാണ്. TV രാജേഷ് MLA ലാപ്ടോപ്പ് കൈമാറി. AV രവീന്ദ്രൻ അധ്യക്ഷനായി. SFI കൂട്ടായ്മയുടെ പ്രതിനിധിയായ TV രാജേഷ്, MV സന്തോഷ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ചാനൽ ഓണാഘോഷം ചാനൽ ഓഫീസിൽ നടന്നു. ചെയർമാൻ MV ദീപു നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ചാനൽ ഓണാഘോഷം തിങ്കളാഴ്ച ഓഫീസിൽ നടന്നു. രാവിലെ ജീവനക്കാരുടെ നേതൃത്വത്തിൽ പൂക്കളമൊരുക്കി. തുടർന്ന് ഉച്ചയ്ക്ക് സദ്യയും നടന്നു. ചെയർമാൻ MV ദീപു, ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, ചാനൽ ജീവനക്കാർ, കുടുംബാംഗങ്ങൾ എന്നിവർ ഓണാഘോഷത്തിൽ പങ്കാളികളായി. മാതമംഗലം വയൽ കലാകായിക വേദിയുടെ ആഭിമുഖ്യത്തിൽ സാംസ്കാരിക സായാഹ്നം സംഘടിപ്പിച്ചു. TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ഈ കാലഘട്ടം ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള ഒരു മഹത്തരമായ ഒരു ലക്ഷ്യമാണ് വയൽ കലാകായിക വേദിക്കുള്ളത്. ഇത് നമുക്കെല്ലാവർക്കും അറിയാം. അന്യരുടെ സാന്നിധ്യം പോലും, മറ്റുള്ളവരുടെ സാന്നിധ്യം പോലും അസഹനീയമായി തോന്നുന്ന സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിന് മുന്നിൽ സംഘാടക സമിതി ചെയർമാൻ K അംബുജാക്ഷൻ അധ്യക്ഷനായി. വത്സൻ ബലിക്കോട് സാംസ്കാരിക പ്രഭാഷണം നടത്തി. K ഉഷാകുമാരി, അഖിൽ KK, PK അനൂപ് എന്നിവർ സംസാരിച്ചു. സാംസ്കാരിക സമ്മേളനത്തിന്റെ ഭാഗമായി SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെയും ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് പാണപ്പുഴ പത്മനാഭൻ പണിക്കരെയും ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. മതസൗഹാർദ്ദ സന്ദേശമുയർത്തി ഇടക്കേപ്പുറം ജനകീയ വായനശാല ഒരുക്കിയ ഓണസദ്യ ശ്രദ്ധേയമായി. കഥാകൃത്ത് TP വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു.
പ്രാദേശികമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സമുന്നതയായ ഒരു നേതാവ് അദ്ദേഹം പ്രസംഗിച്ചിട്ടുള്ളത് ഓണം എന്ന് പറയുന്നത് വാമന ജയന്തിയായിട്ടാണ് മലയാളികൾ ആഘോഷിക്കുന്നത്, ഇനി മുതൽ ആഘോഷിക്കേണ്ടത്. അതായത് വാമനൻ മഹത്വവൽക്കരിക്കപ്പെടുന്ന ഒരു പ്രതീകമാണ്. ഓണാഘോഷങ്ങൾ പോലും ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ആഘോഷമാക്കി മാറ്റാനുള്ള ശ്രമമാണ് ഇന്ന് നടക്കുന്നത്. നമ്മുടെ സാഹോദര്യവും മതനിരപേക്ഷതയും തകർക്കാനുള്ള വർഗീയ ശക്തികളുടെ ഇത്തരം ശ്രമങ്ങൾക്കെതിരെ നാം ജാഗ്രത പാലിക്കണം. ഇത്തരം സമൂഹ സദ്യകളും ഓണാഘോഷ പരിപാടികളും മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുമെന്നും ടി പി വേണുഗോപാൽ പറഞ്ഞു. ഒരു ഗ്രാമത്തിലെ 2000-ഓളം പേർക്കാണ് ഇടക്കേപ്പുറം ജനകീയ വായനശാല ഓണസദ്യ ഒരുക്കിയത്. പ്രദേശത്തെ പ്രവാസികളുടെ സഹായത്തോടെയാണ് ഓണസദ്യ ഒരുക്കിയത്. CPM കണ്ണപുരം ലോക്കൽ സെക്രട്ടറി PV ജിതേഷ് അധ്യക്ഷനായി. വേലിക്കാത്ത് നാരായണൻ, M കുഞ്ഞമ്പു, K ശ്രീജ, KV സതീഷ് ബാബു, KV ബാലകൃഷ്ണൻ, V സുനിൽകുമാർ, K വിവേക് എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ ഗ്രാമം പ്രതിഭയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി പലഹാര നിർമ്മാണ മത്സരം സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഗ്രാമം പ്രതിഭ ഓണാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പലഹാര നിർമ്മാണ മത്സരം ശ്രദ്ധേയമായി. തേങ്ങ, പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര മുഖ്യ ചേരുവയായുള്ള പലഹാരങ്ങളാണ് മത്സരത്തിൽ ഉണ്ടാക്കിയത്. 10 ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. മോദകം, അവൽ വിളയിച്ചത്, ഓട്ടട, ഇലയട, 7 കപ്പ് കേക്ക്, ബീട്രൂട്ട് ഹൽവ, ചക്ക അപ്പം തുടങ്ങി 25ഓളം വിവിധതരം പലഹാരങ്ങളാണ് ഇവർ തയ്യാറാക്കിയത്. ഭാഗ്യേശ്വരി, വത്സല ടീം 1-ാം സ്ഥാനവും രമാവി, ചിത്ര PU എന്നിവർ 2-ാം സ്ഥാനവും, വത്സല PU, സുശീല ടീം 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. കുഞ്ഞിമംഗലം പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് ദിനത്തിന്റെ ഭാഗമായി കുഞ്ഞിമംഗലം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് മെഡിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. സംസ്ഥാന കരകൗശല വികസന കോർപ്പറേഷൻ ചെയർമാൻ MC ഖമറുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. SKP സക്കറി അധ്യക്ഷനായി. ഫൈസൽ K സ്വാഗതം ആശംസിച്ചു. ഏത് രോഗത്തിൻ്റെ ചെക്കപ്പ് നടക്കുമ്പോഴും അവസാനം എത്തിച്ചേരുന്നത് ഒന്നുകിൽ ക്യാൻസർ, അല്ലെങ്കിൽ കിഡ്നി ഫെയിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാരകമായ രോഗമാണ്. ഒരു കാലത്ത് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു ഏറ്റവും വലിയ പ്രയാസകരമായ രോഗമെങ്കിൽ ഇന്നിപ്പോൾ ഹാർട്ട് അറ്റാക്ക് വലിയൊരു രോഗമില്ലാതായി തീർന്നിരിക്കുകയാണ്. കാരണം അതും ഇപ്പോൾ സർവ്വസാധാരണമാണ്. അതുപോലെ ഡയബറ്റിക്, ചെറിയ 14 വയസ്സായ കുട്ടിക്ക് പോലും ഡയബറ്റിക് രോഗം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. മാറ്റൊലി. തീവ്രവാദവുമായി ബന്ധപ്പെട്ട കേസുകളിൽ മാത്രം വധശിക്ഷ നടപ്പാക്കിയാൽ മതിയെന്ന് സുപ്രീം കോടതി. ഈ വിഷയത്തിലുള്ള നെറ്റ്വർക്ക് ചാനൽ പ്രേക്ഷകരുടെ പ്രതികരണമാണ് ഇന്നത്തെ മാറ്റൊലിയിൽ. കുറ്റം ചെയ്ത് എത്രയോ വർഷത്തോളമായി അവർ ജയിലിൽ കിടക്കുന്നുണ്ട്. യാതൊരുവിധ നടപടിയും അവർക്കെതിരെ വരുന്നില്ല. അപ്പോൾ ഇനിയും ഇതുപോലുള്ളൊരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ യാതൊരു ശിക്ഷയും നടപ്പിലാക്കില്ല എന്ന് മനസ്സിലാക്കുന്ന ഇതുപോലുള്ള സമൂഹത്തിൽ ഇതുപോലത്തെ കുറ്റകൃത്യങ്ങൾ വീണ്ടും ആവർത്തിക്കാൻ തോന്നുന്നതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ വലിയൊരു ശിക്ഷാ നടപടി നടത്തുക തന്നെ വേണം. എങ്കിൽ മാത്രമേ ചെറിയ തോതിലെങ്കിലും ഇത് മാറ്റം ഉണ്ടാകും. വധശിക്ഷ നടപ്പാക്കുന്ന കാര്യത്തിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നശിപ്പിക്കുന്നതും മറ്റേ ഭീകരന്മാരെ ശിക്ഷിക്കുന്നതും കുറേ ആളുകളെ കൊല്ലുന്നതിനുള്ള ശിക്ഷ നടപ്പാക്കുന്നത് ഞാൻ അതിന് അനുകൂലമാണ്. ഈ കൊലപാതകത്തിൻ്റെ ഈ കാര്യം പറയുമ്പോൾ അവർക്ക് ഒരു ശിക്ഷ കിട്ടിയാലേ അതിനൊരു ഇത് കിട്ടുമല്ലോ. എന്തുകൊണ്ട് പറഞ്ഞാൽ കൊലപാതകം നടത്തി വീണ്ടും ഒരു കൊലപാതകം നടത്തി അങ്ങനെ പോവുക, അതിനൊരു ശിക്ഷ കൊടുത്തില്ലെങ്കിൽ അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് അതിന് തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റെ ശിക്ഷ കിട്ടുക തന്നെ വേണമെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. കുറ്റവാളികൾക്കുള്ള വധശിക്ഷ വേണ്ട എന്ന് പൊതു അഭിപ്രായം ഉയർന്നു വന്നു എങ്കിലും പല രാജ്യങ്ങളിലും ഇപ്പോഴും ഈ കുറ്റവാളികളെ തൂക്കിലേറ്റുന്നതായി നമ്മൾ കണ്ടുവരുന്നുണ്ട്. ആ കാര്യത്തിൽ എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ കൊടും കുറ്റവാളികളെ കൊല്ലേണ്ടവരെ തൂക്കിക്കൊല്ലേണ്ട വേണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ മറ്റ് ചില ഇളവ് അനുവദിക്കേണ്ടവരെ മരണം വരെ ജയിലിൽ കടത്തിയിട്ട് അവരെ പുറത്തേക്ക് പോകാത്ത തരത്തിൽ അവരെ മരണം വരെ ജയിലിൽ കടത്തുന്നതാണ് നല്ലത്. കൊടും കുറ്റവാളികളെ തൂക്കിക്കൊല്ലേണ്ട വേണം.
രാമന്തളി കൃഷിഭവനിൽ സൗജന്യ വിതരണത്തിനായി ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ എത്തിയിരിക്കുന്നു. ആവശ്യമുള്ളവർ നികുതി രസീതുമായി സെപ്റ്റംബർ 1 കൃഷിഭവനിൽ എത്തുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശ്രീകൃഷ്ണ ജന്മാഷ്ടമിക്ക് മുന്നോടിയായി ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ഗോപൂജയും സാംസ്കാരിക സമ്മേളനവും. ചെറുപുഴയിൽ വീട്ടമ്മ പനി ബാധിച്ചു മരിച്ചു. ചെറുപുഴ ബാലവാടി റോഡിലെ കലച്ചപ്പുര ഉണ്ണികൃഷ്ണന്റെ ഭാര്യ പ്രസീതിയാണ് മരിച്ചത്. മലബാർ ജലോത്സവം കൃഷ്ണപിള്ള കാവുഞ്ചിറയ്ക്ക് ജലരാജപട്ടം. പുരസ്കാര നിറവിൽ കൊടക്കാട് നാരായണൻ മാസ്റ്റർ. ഇപ്രാവശ്യത്തെ അധ്യാപക ദേശീയ അവാർഡ് കരിവെള്ളൂർ പാലക്കുന്ന് സ്വദേശിയായ നാരായണൻ മാസ്റ്ററെ തേടിയെത്തിയത് അർഹതയ്ക്കുള്ള അംഗീകാരമായി. കണ്ണപുരം പോലീസ് പിടിച്ചെടുത്ത് റോഡരികിൽ നിർത്തിയിട്ട വാഹനങ്ങൾക്ക് ശാപമോക്ഷം. KSTP റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി വാഹനങ്ങൾ ചക്കരക്കല്ലിലേക്ക് മാറ്റി. ഉത്സവഛായയിൽ ഈസ്റ്റേലേരി പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തനം ആരംഭിച്ചത് കേരളത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.